ഈ വർഷം കണി കാണേണ്ടത് ചൊവ്വാഴ്ച ദിവസമാണോ അതോ ബുധനാഴ്ചയാണോ? വിഷു ആഘോഷിക്കേണ്ട വിധം എങ്ങനെയാണ്? പുതിയ വർഷത്തിലേക്ക് കണി കണ്ടുണരുന്ന മലയാളിക്ക് വിഷു എന്നത് ഓണം പോലെ തന്നെ പ്രധാനമാണ്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളിലേക്കുള്ള പ്രതീക്ഷകളാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഉദിക്കുന്നത്. വിഷു എന്ന് കേൾക്കുമ്പോൾ കണിക്കൊന്നയും കണിയുമാണ് ആദ്യം ഓർമ്മയിൽ വരിക. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിനെ വരവേൽക്കാൻ വിഷുക്കണി ഒരുക്കുന്നത് ഓരോ മലയാളി ഭവനങ്ങളിലും സവിശേഷമായ ഒരു ചടങ്ങാണ്. മേടമാസത്തിലെ പൊൻപുലരിയിൽ ഐശ്വര്യദായകമായ കാഴ്ചകൾ കണ്ടുണരുക എന്ന സങ്കല്പമാണ് ഇതിനു പിന്നിലുള്ളത്. വീടിൻ്റെ വടക്ക് വശത്തോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ആണ് സാധാരണയായി വിഷുക്കണി ഒരുക്കുന്നത്. ഈ വർഷം കണി കാണലും കൈനീട്ടം കൊടുക്കലും വിഷു ആഘോഷവും എല്ലാം ഏപ്രിൽ 15-ാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത്. സാധാരണയായി എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. അപൂർവമായി മാത്രം അത് 2-ാം തീയതി ആകാറുണ്ട്. സൂര്യോദയം കഴിഞ്ഞായിരിക്കും മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് വിഷു 2-ാം തീയതിയായി മാറുന്നത്. മേടമാസം 1-ാം തീയതിയായ ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. പുതുവർഷ ആരംഭമായതിനാൽ തന്നെ ഈ ദിവസം ചെയ്യുന്ന ശുഭകാര്യങ്ങൾക്ക് ഒരു വർഷത്തെ ഗുണഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് കാർഷിക വിഭവങ്ങളും പണവും സ്വർണവും ധാന്യങ്ങളും വസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ ഒരുക്കി നാം കണി കാണുന്നത്. ശ്രീകൃഷ്ണൻ്റെ ചിത്രമോ വിഗ്രഹമോ അതോടൊപ്പം വയ്ക്കുകയും ചെയ്യുന്നു. കണിക്കൊന്നയും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് വിഷുപ്പുലരിയിൽ മലയാളി കണ്ണു തുറക്കുന്നത്. വിളവെടുപ്പുത്സവം എന്ന പേരുള്ളത് കൊണ്ട് കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. കത്തിച്ചു വച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുരുളിയിലാണ് കണി ഒരുക്കുന്നത്. കൊന്നപ്പൂവ്, വെള്ളരി, മാങ്ങ, ചക്ക, നാളികേരം, അഷ്ടമാംഗല്യം, അരി, കോടിമുണ്ട, സ്വർണം, പണം എന്നിവയെല്ലാം വിളക്കിന് മുന്നിൽ ഒരുക്കി വയ്ക്കുന്നു. രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത തുടങ്ങിയ മതഗ്രന്ഥങ്ങളും ശ്രീകൃഷ്ണൻ്റെ പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോ എന്നിവയും വയ്ക്കാറുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിലാണ് വിഷുക്കണി കാണേണ്ടത്. രാത്രിയിലെ 14-ാമത്തെ മുഹൂർത്തമാണത്. അതായത് സൂര്യോദയം 6 മണിക്കൂറാണെങ്കിൽ പുലർച്ചെ 4:24 ബ്രഹ്മമുഹൂർത്തം തുടങ്ങും. 5:12 അത് അവസാനിക്കും. വിഷുക്കണി ഒരുക്കാൻ ആവശ്യമായ ദ്രവ്യങ്ങൾ ഇനി പറയാം. നിലവിളക്ക, ഓട്ടുരുളി, ഉണക്കലരി, നെല്ല്, നാളികേരം, കണിവെള്ളരി, ചക്ക, മാങ്ങ അല്ലെങ്കിൽ മാമ്പഴം, കദളിപ്പഴം, വാൽക്കണ്ണാടി, കൃഷ്ണവിഗ്രഹം, കണിക്കൊന്നപ്പൂവ്, എള്ളെണ്ണ, തിരി, കോടിമുണ്ട, ഗ്രന്ഥങ്ങൾ, നാണയങ്ങൾ, സ്വർണം, കുങ്കുമം, കൺമഷി, വെറ്റില, അടയ്ക്ക, ഊട്ടുകിണ്ടി, വെള്ളം എന്നിവയാണ്.